ആഴ്ച രഹസ്യത്തിലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യേശു പരസ്യമായി മറുപടി നൽകി നിങ്ങളെ ഉയർത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക്, അതെ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ സന്തോഷിക്കുന്നു. വിടുതൽ അത് ദൈവികമാണ്. കാരണം പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനത്തിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ പ്രാപിച്ചത് അതിൻ്റെ കാരണഭൂതൻ അത് ദൈവം തന്നെ. അപ്പോൾ സകലമാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഒക്കെയും സ്തുതി സ്തോത്രങ്ങളോടെ ദൈവത്തിന് തന്നെ അർപ്പിക്കണം. കാരണം ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചത് ഒരു തുടക്കം മാത്രമാണ്. ഇത് വർദ്ധിച്ചു വരുന്ന നാളുകളിൽ വർദ്ധിച്ച് വരുവാനും നിങ്ങൾക്കത് അധികമായി പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ഇപ്പോൾ സ്തുതിയും സ്തോത്രവും കുറഞ്ഞു പോകരുത്. നന്ദിയുള്ളവരായിരിക്കുക. വലുതാകട്ടെ ചെറുതാകട്ടെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുക. വലിയത് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ ഞങ്ങളായിരിക്കുന്നു. ഒപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കോ. ഇത് ചില പുതിയ കാര്യങ്ങളുടെ, ദൈവിക വിടുതലുകളുടെ പുതിയ അനുഭവങ്ങളുടെ തുടക്കമത്രേ. അവിധത്തിൽ നിങ്ങൾ ദൈവികമായി വിടുതലുകൾ അനുഭവിക്കുവാൻ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ഒരു പ്രവചന ദൂതാണ് നിങ്ങൾ കേട്ടത്. ഒപ്പം ചില കാര്യങ്ങളും അതോടനുബന്ധിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രവചന ദൂത് ഇതാണ്. രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സഹോദരി, പുറത്ത് ആരോടും പറയാതെ ഉള്ളിനകത്ത് വെച്ച്. സ്തോത്രം. അതെ, ഒരു തള്ളക്കോഴിയുടെ തൂവലുകൾക്കിടയിൽ മുട്ട മറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ദിവസം ക്യൂവും ശബ്ദത്തോടെ കുഞ്ഞുങ്ങൾ പുറത്തു വരും. അതുവരെ ചുരുക്കം ചിലർ മാത്രമേ ആ കോഴി തൻ്റെ തൂവലുകൾക്കിടയിൽ മറച്ചു വച്ചിരിക്കുന്ന ആ വരുംകാല ഭാഗ്യത്തെ അറിയത്തുള്ളൂ. അതുപോലെ ഈ ദിവസങ്ങളിൽ ചിലത് ക്യൂവും വിളിയോടെ പുറത്തു വരുവാൻ പോകുക. നിങ്ങളിൽ നിന്ന് രഹസ്യത്തിലെ ചില പ്രാർത്ഥനകൾക്ക് മറുപടികൾ പരസ്യമായി പുറത്തു വരുവാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അത്ഭുതങ്ങൾ പ്രാപിക്കുന്ന ആ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടയാളമായി മാറുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ആ വിടുതലിന്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായി പ്രാപിക്കുവാൻ പോകുന്ന ദൈവിക വിടുതലിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അതറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കൽപ്പന ആരിൽ നിന്ന്? ഭക്തനായ ഒരു മനുഷ്യനിൽ നിന്ന് ഭക്തയായ ഒരു സ്ത്രീ കേൾക്കുകയാണ്. എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ എസ്തേറും മൊർദെഖായിയും തമ്മിലുള്ള ബന്ധം. മൊർദെഖായി യഹൂദനാണ്, എസ്തേറും യഹൂദയാണ്. താൻ ആരാണെന്നുള്ള വിവരം ഇതൊന്നും എസ്തേർ എത്തപ്പെട്ട സ്ഥാനത്ത് വെളിപ്പെടുത്തണ്ട എന്ന കൽപ്പനയാണ് മൊർദെഖായിയിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, അത്ര മോശക്കാരാണോ ഇവർ? നോ, യഹൂദനാണ്. ഓ താങ്ക് യു ലോർഡ്. മൊർദെഖായി യഹൂദനാണ്, എസ്തേർ യഹൂദയാണ്. അഭിമാനത്തോടെ എവിടെ നിന്നും അവർക്ക് പറയുവാൻ കഴിയും. കാരണം യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, മൊർദെഖായി പറയുകയാണ് എസ്തേറിനോട്, നീ നിന്റെ ജാതി വെളിപ്പെടുത്തരുത്, നമ്മൾ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തരുത്. ബന്ധത്തിലെ അപ്പനാണ് മൊർദെഖായി. നോക്കൂ, എസ്തേർ ആയിരിക്കുന്ന സ്ഥാനം രാജാവിൻ്റെ കൊട്ടാരമാണ്. കൊട്ടാരത്തിൽ എസ്തേർ എത്തപ്പെട്ടു. അവിടെ രഹസ്യമാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇത് രഹസ്യമാക്കി വയ്ക്കുവാൻ പറയുമ്പോഴും ദൈവമനുഷ്യനായ, ദൈവത്തെക്കാൾ അധിക സ്ഥാനം മനുഷ്യനോ ലോകത്തിലെ നന്മകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ കൊടുക്കാത്ത ഭക്തൻ, അതാണ് മൊർദെഖായി. എന്തുകൊണ്ടാണ് മൊർദെഖായി വലിയൊരു പ്രശ്നത്തിലായത്? മറ്റൊന്നുമല്ല, കാരണം ദൈവത്തെ നമസ്കരിക്കേണ്ട താൻ ലോകത്തിലെ ഒരു മനുഷ്യനെ അവൻ്റെ അധികാരത്തെ പ്രതി നമസ്കരിക്കത്തില്ല, അവന് മുമ്പിൽ തല വണങ്ങത്തില്ല എന്നുള്ള തീരുമാനം കൊണ്ട്
പലപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒപ്പമുള്ളവരുടെ കണ്ണിലെ കരടായി മാറുന്നത്? ഒപ്പമുള്ളവർക്ക് നിങ്ങളോട് ഈർഷ്യയും ദേഷ്യവും തോന്നുന്നത്? ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം മനുഷ്യർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട്. അത്രയേ ഉള്ളൂ. ഞായറാഴ്ച ആരാധിക്കേണ്ട സമയം പാലുകാച്ചിനും നൂലുകെട്ടിനും പല കാര്യങ്ങൾക്കും കൊടുക്കാത്തത് കൊണ്ട് എന്താ പറ്റിച്ചെന്നോ? പറ്റിക്കപ്പെട്ടു പോകും. ദൈവത്തെ ആരാധിക്കേണ്ട സമയം ദൈവത്തെ ആരാധിക്കുക, പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. പ്രാർത്ഥിക്കേണ്ട ഉപവസിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഒരു വീഴ്ചയും വരുത്തരുത്. നീ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുമെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ പ്രഥമ പരിഗണന നീ ആയിരിക്കും, നിന്റെ വിഷയങ്ങളായിരിക്കും. താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. സഹോദര, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ സാഹചര്യം ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു അവസരം നിനക്ക് തരുന്നില്ലായിരിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത സ്ഥലത്തായിരിക്കാം നീ ആയിരിക്കുന്നത്. ആരാധനകൾക്ക് പങ്കെടുക്കുവാൻ കഴിയത്തില്ല, ഉപവസിക്കുവാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്. ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിൽ നീ ആയിരുന്നാലും നിനക്ക് പ്രാർത്ഥിക്കുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഉപവസിക്കുവാനും അവസരമുണ്ട്. കാരണം നീ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നീ ഇരിക്കുന്നിടത്ത് ആരാധനയുടെ അനുഭവം നിനക്ക് ലഭ്യമാകും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും. ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ പ്രാപിച്ചു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അവസരമുണ്ട്. കൂടാതെ എല്ലാ ദിവസങ്ങളിലും ലൈവായുള്ള മീറ്റിങ്ങുകളുണ്ട്. ശക്തിയേറിയ വചനം നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രാർത്ഥിച്ച് ശക്തിപ്പെടുവാനും മധ്യസ്ഥതയുടെ അനുഭവത്തിലെത്തുവാനും ഒക്കെ അവസരമുണ്ട്. അപ്പോൾ മിസ് ചെയ്യേണ്ട പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഓർത്തു വയ്ക്കുക, സന്ദർശിക്കുക. നോക്കൂ, അവസരമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരുമുണ്ട്. പക്ഷേ അവിധത്തിൽ അവസരമില്ലാതിരിക്കുമ്പോഴും നീ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വിഷയങ്ങൾക്ക് ദൈവം നോ പറയത്തില്ല. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വിഷയങ്ങളുമായി നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ പിന്നീടാകട്ടെ, നോക്കട്ടെ എന്ന് കർത്താവ് പറയത്തില്ല. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. നോക്കൂ, അവിധത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തവനാണ് മൊർദെഖായി. ആ മൊർദെഖായി അവൻ തിരിച്ചറിയുകയാണ്, ചില സ്ഥാനങ്ങളിൽ ചിലത് രഹസ്യമാക്കി വയ്ക്കുക, പരസ്യപ്പെടുത്തരുത്. ചിലത് പരസ്യപ്പെടുത്താതിരിക്കുന്നത് നല്ലതിനാണ്. രഹസ്യമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുണ്ട്, രഹസ്യമായി വയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. പലരും രഹസ്യമായി വയ്ക്കേണ്ടതിനെ പരസ്യമാക്കുന്നത് കൊണ്ട് പരസ്യക്കോലമായി മാറുന്നു. താങ്ക് യു. പലരും രഹസ്യമായി പ്രാർത്ഥിക്കേണ്ട വിഷയം പരസ്യമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിന്നയായി, അപമാനമായി, തലകുനിച്ച അനുഭവത്തിലായിരിക്കുന്നു. എവിടെയൊക്കെ പരസ്യമായി നിന്റെ കുടുംബത്തിനകത്തെ വിഷയങ്ങൾ നീ പ്രാർത്ഥിച്ചു അവിടെയൊക്കെ നിനക്ക് പണി കിട്ടി. അല്ലേ സഹോദരി? ആരോടൊക്കെ നീ ആ വിഷയം പറഞ്ഞു? ബന്ധുക്കളോടല്ലേ പാസ്റ്ററെ, എങ്ങനെ പറയാതിരിക്കും? അല്ലേ? പ്രാർത്ഥിക്കുന്നവരല്ലേ, എങ്ങനെ പറയാതിരിക്കും? പക്ഷേ കേൾക്ക്, ചില കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ ചില വീക്ക്നെസ്സുകൾ, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ ഭാര്യയുടെ, നിന്റെ മക്കളുടെ ചില ബലഹീനതകൾ നീ പുറമെ പറയാതെ പ്രാർത്ഥിക്കുന്നത് നിനക്ക് നല്ലത്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി. ചൂഷകരുണ്ട്, മുതലെടുപ്പുകാരുണ്ട്. ആ വിവാഹം മുടങ്ങാനുള്ള കാരണം ഇപ്പോൾ അറിയാലോ. ആമേൻ. സ്തോത്രം. ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു പോയതാ, ഇപ്പോൾ വിവാഹം മുടങ്ങുവാനുള്ള കാരണമായി അത് മാറി. അവരിപ്പോഴും അതും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ആ പാവം കൊച്ചിനോട് നീ ചെയ്തത് ദ്രോഹമാണ്. തിരിച്ചറിയുക. ഇനി അവിധത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകരുത്. ആമേൻ. നമ്മൾ സങ്കടത്തിൻ്റെ പുറത്ത് പലതും അങ്ങ് പറയും, പക്ഷേ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും, ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പക്ഷെ അത് പിന്നെയും നമ്മളെ വേട്ടയാടും. അപ്പോൾ നോക്കി, മൊർദെഖായി പറയുകയാണ്, നീ രഹസ്യമാക്കി വയ്ക്ക്. ഒരു കാര്യമുണ്ട്. എന്താണ്? ആമേൻ. രഹസ്യത്തിൽ ഒരുങ്ങുക ഒരു വലിയ വിഷയത്തെ സോൾവ് ചെയ്യുവാൻ വേണ്ടി. മൊർദെഖായിക്ക് അറിയാം, ഈ രാജ്യത്ത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയതൊന്ന് പ്രവർത്തിക്കുവാൻ പോകുന്നു. അതിനായി ഒരു രഹസ്യ പ്രാർത്ഥന ആവശ്യം. എനിക്കറിയാം, മൊർദെഖായി അറിയുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ അറിയുന്നു, നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്തിന്? നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ. താങ്ക് യു ലോർഡ്. സഹോദരി, രഹസ്യമായി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുക. ശമന റാദൂരിയ ഷെഖനെ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. രഹസ്യമായി തന്നെ മുറിയടയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങ്. പരസ്യമായി നിന്നിലൂടെ വലിയൊരു അത്ഭുതത്തെ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ചില സ്ഥാനങ്ങളിൽ കർത്താവ് നിന്നെ കൊണ്ടുചെന്ന് നിർത്തുവാൻ പോകുന്നു. ദേശത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. താങ്ക് യു ലോർഡ്. നിന്റെ കുടുംബത്തിന് വേണ്ടി സഹോദര, സഹോദരി, അതെ, നിന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം നിന്നെ ചില സ്ഥാനങ്ങളിൽ നിർത്തുവാൻ പോകുന്നു. മധ്യസ്ഥതയ്ക്കായി പ്രാർത്ഥനാ മുറിക്കകത്ത്. യെസ്, ആമേൻ. അപ്പോൾ രഹസ്യമായി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? വലിയൊരു പ്രശ്നം
ശൂഷൻ രാജധാനിയിൽ വരുവാൻ പോവുകയാണ്. യഹൂദന്മാർ സകലരും വലിയൊരു പ്രശ്നത്തിലാകുവാൻ പോകുന്നു. അതുകൊണ്ട് എസ്തേർ എന്ന ആയുധത്തെ രഹസ്യമാക്കി വയ്ക്കുവാൻ മൊർദെഖായി ശ്രമിച്ചു. നീ ഒരു ആയുധമാണ്. ദേശത്തിൽ പിശാച് അവൻ സർവസംഹാരത്തിൻ്റെ വിഷവിത്തുകൾ വിതയ്ക്കുമ്പോൾ, മദ്യവും മയക്കുമരുന്നും വിതറി യൗവനക്കാരെ നശിപ്പിച്ചു കളയുമ്പോൾ, സംശയത്തിലും കലഹത്തിലും വ്യഭിചാര ചിന്തകളിലും വ്യഭിചാരങ്ങളിലും കുടുംബങ്ങളെ തകർത്ത് കളയുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആയുധമാണ്. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി? ആമേൻ. നിന്റെ കർത്താവിന് ആവശ്യമുണ്ട് സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ കുടുംബത്തെ വിടിവിക്കുവാൻ, നിന്റെ തലമുറകളെ വിടിവിക്കുവാൻ, നിന്റെ ഭർത്താവിനെ വിടിവിക്കുവാൻ, നിന്റെ ദേശത്തെ വിടിവിക്കുവാൻ, നിന്റെ സഭയെ വിടിവിക്കുവാൻ എൻ്റെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ആമേൻ. പ്രാർത്ഥിക്ക്, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് പരസ്യത്തിൽ നിനക്ക് മറുപടി തരും. ആ ദൂത് ആവർത്തിച്ച് ഞാൻ പറയട്ടെ, രഹസ്യത്തിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ നിന്നെ കാണുന്ന ഒരു പിതാവുണ്ട്. താങ്ക് യു ലോർഡ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ആമേൻ. നിന്നെ ആരും കാണാതിരിക്കുമ്പോൾ, നീ ആയിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ആർക്കും നിന്നെ കാണുവാൻ താല്പര്യമില്ല. ആ വലിയ ബാധ്യത, വലിയ പ്രശ്നം, ആമേൻ, മറ്റുള്ളവരുടെ കണ്ണിന് നിന്നെ കൊള്ളാത്തവളാക്കി മാറ്റി. അവർക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമേ അല്ല, ചതുർത്ഥി കാണുന്നത് പോലെയാണ്. അയ്യോ, പലരും ഫോണൊന്നും അറ്റൻഡ് ചെയ്യാതായി. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ആമേൻ. ആർക്കും നിന്നെ കാണാൻ വയ്യ, നീ ആയിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ. പക്ഷേ വചനം പറയുന്നു, ദൈവം നിന്നെ കാണുന്നുണ്ട്. സ്തോത്രം. രഹസ്യമായി, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. മുറിയടച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ലോകം നിന്നെ കാണാതെ പോകുന്ന, നിന്നെ സഹായിക്കാതെ പോകുന്ന, മനഃപൂർവ്വം മറന്നു കളയുന്ന ആ വിഷയത്തിന് മധ്യത്തിൽ പരസ്യമായി എൻ്റെ ദൈവം മറുപടി തരുവാൻ പോകുക. എന്തിന് രഹസ്യമായി പ്രാർത്ഥിക്കണം? ഞാനൊരു ആത്മീയമായ ചിന്ത കൂടെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു സ്വാർത്ഥത അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ലാസറിൻ്റെ ജീവിതത്തിൽ കണ്ട സ്വാർത്ഥത എന്താണ്? സ്വാർത്ഥത നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയട്ടെ, ഒരു പനി മാറ്റിയാൽ അയ്യോ ലാസറിൻ്റെ പനി മാറി, അതിവിടെ നൂറുകണക്കിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പനി മാറുന്നു, കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, ചാടുന്നു, തുള്ളുന്നു, അപ്പം തിന്നുന്നു. കർത്താവ് നോക്കിയ ഇതൊന്നും പോരാ, ഉയർക്കണം, മരിച്ചവൻ ഉയർക്കണം. ഒരല്പം സ്വാർത്ഥത. സ്തോത്രം. യേശുവിൻ നാമത്തിൽ. അവിടെയും രഹസ്യത്തിൽ പ്രാർത്ഥനയുണ്ട് കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിച്ചു നോക്ക്. ഒരുത്തി കാൽക്കലിരിക്കുന്നു, ഒരുത്തി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പെടാപ്പാടുപെടുന്നു. രഹസ്യത്തിൽ അവർ അവരുടെ ഭവനത്തിനകത്ത് യേശുവിൻ്റെ സന്നിധിയിൽ യേശുവിനൊപ്പമായിരുന്നു. ഫലമോ പരസ്യത്തിൽ. ആൾക്കൂട്ടം കാണുന്നതിന് മധ്യത്തിൽ ലാസർ കല്ലറ തുറന്ന് പുറത്തു വന്നു. അതെ, നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന്, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്ന ചിലതിനെയൊക്കെ എൻ്റെ യേശു പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആമേൻ. സ്തോത്രം. അതേ, ആ കല്ലറ തുറക്കുക. ലോകവും മനുഷ്യരും നീ തന്നെ അടച്ചു കളഞ്ഞ ചാപ്റ്റർ ദൈവം തുറക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. വിശ്വസിക്കുവാൻ റെഡിയാണോ സഹോദരി? നിന്റെ ഭർത്താവിനെ മടക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ അത് ക്ലോസ് ചെയ്തു. നടക്കത്തില്ല. എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും. നടക്കത്തില്ല എന്ന് പറയുന്നവർ നടക്കത്തില്ല എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? അവരാണ് ഇവനെ വരിഞ്ഞു കെട്ടി കല്ലറയ്ക്കകത്ത് വെച്ചത്. അവൻ കെട്ടിയവരാണ് പറയുന്നത് ഇവൻ പുറത്ത് വരത്തില്ല, നടക്കത്തില്ല. ആ ബന്ധനങ്ങളെ യേശു അഴിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അവൻ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് പരസ്യത്തിൽ അതിന് മറുപടി നൽകും. അഥവാ പരസ്യമായി മറുപടി നൽകും. സ്വാർത്ഥത ഇതാണ്. അവൻ മറ്റാരും നിന്നെ സഹായിച്ചു എന്ന് പറയാതിരിക്കുവാൻ. മനസ്സിലായില്ലേ? അവര് സഹായിച്ചിട്ടാണ്, ഇവര് കൂടെ നിന്നിട്ടാണ്, അവര് അത് പറയാതിരിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ കണ്ണുനീരെൻ്റെ ദൈവം കണ്ടു. എൻ്റെ കുറവുകളെ കണക്കിടാതെ. നിനക്ക് പല ചിന്തകളുണ്ട്. അയ്യോ, ഞാൻ കുറവുള്ളവനാണ്. അല്ലേ സഹോദര, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്. ആ പ്രശ്നങ്ങളൊക്കെ ലോകത്തിന് വലുതായിരിക്കാം. പക്ഷെ ദൈവത്തിന് നിന്റെ പ്രശ്നങ്ങളല്ല, നിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളല്ല, നീയാണ് വലുത്. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. പരസ്യത്തിൽ എൻ്റെ ദൈവം മറുപടി നൽകുക. ആമേൻ. പരസ്യക്കോലമായ ചില വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം പരിഹാരം വരുത്തുക. ആമേൻ. നീ പരസ്യക്കോലമായ, നീ തലകുനിക്കേണ്ടി വന്ന, നീ ലജ്ജിച്ച്, എന്താ മലയാളത്തിൽ ഒത്തിരി വാക്കുകളുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അത് വന്നു എന്ന് ഞാൻ കരുതുന്നു. തലകുനിച്ച് ചത്താ മതി, എന്തൊരു ജീവിതം, നശിച്ച നരകിച്ച, അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞായിരിക്കുന്ന അതേ ആ അവസ്ഥയിൽ ദൈവം നിന്നെ വിടുതലിൻ്റെ പരസ്യമാക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. നിന്റെ ദേശത്തിലെ, ഞാൻ ആവർത്തിച്ച ആ ദൂത് കൈമാറട്ടെ, നിന്റെ ദേശത്തിലെ സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങളുടെ ദേശത്തിലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തിയായി നീ മാറുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. ഇതുവരെ
നീ ആയിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നീ അറിയുന്ന ആരും പുറത്തു വന്നിട്ടുണ്ടായിരിക്കത്തില്ല. നിന്റെ സങ്കടം അതാണ്, ആരും പുറത്തു വന്നിട്ടില്ല ദൈവദാസനെ, പക്ഷെ നീ പുറത്തു വരും. ഓ താങ്ക് ലോർഡ്. ഇതുവരെ നീ അനുഭവിക്കുന്ന ആ രോഗത്തിൽ നിന്ന്, രോഗമുഖാന്തരമുള്ള വേദനയിൽ നിന്ന് നീ അറിയുന്ന ആരും പുറത്തു വന്നിട്ടില്ല. സ്തോത്രം. കേൾക്ക്, നീ വ്യത്യസ്തനാണ്. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഒരു നാളും സൗഖ്യമാകത്തില്ല എന്ന് ആ രോഗത്താൽ, ശ്രദ്ധിച്ചു കേൾക്ക്, നീ ആയിരിക്കുന്ന ആ രോഗത്താൽ നീ മരണപ്പെടുമെന്ന് നീ ഭയപ്പെടുന്നുണ്ട്. ആ രോഗം നിന്റെ അവസാനമായി തീരുമെന്ന് നീ ഭയപ്പെടുന്നുണ്ട്. കേൾക്ക്, ഇതുവരെ ദേശം കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമായി രോഗി നിന്നെ യേശു നിർത്തുവാൻ പോകുക. പ്രാർത്ഥിക്കുക. ഓ ശമന റാധൂരിയ ഷേഖനെ, യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു സാക്ഷ്യമായി നിന്റെ ദേശം ആ സാക്ഷ്യത്തെ പ്രതി നിന്നെക്കുറിച്ച് സംസാരിക്കുവാൻ പോകുക. ആമേൻ. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവ് എന്നൊരു പ്രദേശം, അവിടെ ഒരു കല്യാണ വീട്. പിന്നീട് കാനാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് യേശു വെള്ളം വീഞ്ഞാക്കിയ കാനാവ്. ഓ താങ്ക് ലോർഡ്. നിന്റെ ദേശം നിന്റെ സാക്ഷ്യത്തിന്റെ പേരിൽ അറിയപ്പെടുവാൻ പോകുക. നിന്റെ മക്കളുടെ സാക്ഷ്യത്തിന്റെ പേരിൽ. മാതാവേ, ഇന്ന് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ തിരിച്ചു വരുന്ന, അവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്ന, എൻ്റെ ദൈവത്താൽ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന സാക്ഷ്യം. ഓ റബല ഷേഖനെ റധരെ ഷന്ധാർഗന. അതെ സഹോദര, സഹോദരി, തകർന്നു പോയെന്ന് ലോകം വിധിച്ച നിന്റെ കുടുംബ ജീവിതം, നിന്റെ ഭർത്താവ് മടങ്ങി വരിക, നിന്റെ ഭാര്യ മടങ്ങി വരിക. പ്രാർത്ഥിക്കുകയും രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നീ മാത്രമല്ല, നിന്നിലൂടെ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പാരമ്പര്യങ്ങൾക്ക് യേശു അറുതി വയ്ക്കുവാൻ പോകുക. എത്ര പേരുണ്ട് സ്വസ്ഥമായി സമാധാനമായി നിന്റെ കുടുംബത്തിനകത്ത് ജീവിക്കുന്നത്? ഒന്നുകിൽ ഭാര്യ ഭാര്യയുടെ വഴിക്ക്, അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക്, മക്കൾ മക്കളുടെ വഴിക്ക്. ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവൻ ഒറ്റ നോട്ടത്തിൽ ഉണ്ട്, പലതും ഉണ്ട്, നന്നായിരിക്കുന്നു, പക്ഷേ അകത്ത് കരച്ചിലാണ്, അകത്ത് കണ്ണുനീരാണ്, അകത്ത് വേദനയാണ്. ബൈബിൾ പറയുന്നു, ശൂഷൻ രാജധാനി കലങ്ങിപ്പോയി. യെസ്, ആ കലക്കത്തെ മാറ്റുവാൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന സഹോദരി, സഹോദര, ശുശ്രൂഷക, നിന്നെ എൻ്റെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. എനിക്കറിയത്തില്ല. അവൻ അടുത്ത ആഴ്ച സാക്ഷ്യങ്ങളുടെ ആഴ്ചയാണ്. ഇപ്പോൾ മുതൽ, ഇന്നു മുതൽ സ്വർഗം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. നോക്കൂ, എസ്തേർ മറച്ചു വെക്കേണ്ടതിനെ മറച്ചു വെച്ചു. ഫലമോ എസ്തേറിലൂടെ യഹൂദന്മാർക്ക് മഹാരക്ഷ വന്നു. ഓ താങ്ക് യു ലോർഡ്. ആവർത്തിച്ചു പറയട്ടെ, നിന്നിലൂടെ നിനക്കൊപ്പമുള്ളവർ ആ മഹാരക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ പോകുക. മാതാവേ, പിതാവേ, നിന്റെ മക്കൾ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ പോകുക. ശുശ്രൂഷക, നിന്റെ ദേശം രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ പോകുക. സഹോദര, നിന്നിലൂടെ തന്നെ. ആമേൻ. നിന്നെ ജോലി ചെയ്യിപ്പിക്കത്തില്ല എന്ന്, ജോലി ചെയ്യുവാൻ അനുവദിക്കത്തില്ല എന്ന്, നിനക്ക് വഴി തുറന്ന് തരത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന അതേ ശത്രുവിന് മധ്യത്തിൽ രഹസ്യത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് പരസ്യത്തിൽ മറുപടി നൽകി ആ ശത്രുവിന് ദൈവം മറുപടി കൊടുക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിനക്കൊരു ദൈവമുണ്ട്. പരിഹസിക്കുന്ന, കളിയാക്കുന്ന, കുറ്റം പറയുന്നവർ, വല്ലാത്തൊരവസ്ഥയല്ലേ സഹോദര? ഒരു വശത്ത് പ്രശ്നം, ജോലി സ്ഥലത്ത് പ്രശ്നം, അല്ലേ സഹോദരി? ജോലി നഷ്ടപ്പെട്ടിട്ട് നാളുകളായിരിക്കുന്നു, വിചാരിച്ചതുപോലെ നടക്കുന്നില്ല, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, വഴി തുറന്നു കിട്ടുന്നില്ല, നിന്ന പരിഹാസം, കളിയാക്കൽ, ഇല്ലായ്മയുടെ ബുദ്ധിമുട്ട്, കളിയാക്കലിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ്. ആ കളിയാക്കുന്നവരെ, കുറ്റം പറയുന്നവരെ, ഒരുപക്ഷെ നിന്റെ ഇന്നത്തെ ദുസ്ഥിതിക്ക് കാരണമായവരുടെ മുൻപിൽ എൻ്റെ ദൈവം പരസ്യമായി നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ യഹൂദന്മാർക്ക് മഹാസന്തോഷമുണ്ടായി. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, രഹസ്യത്തിൽ, ചില വിഷയങ്ങൾക്ക് രഹസ്യത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. പല സഹോദരി സഹോദരന്മാരും ബ്രസൽ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുമ്പോൾ അപ്പം ഞങ്ങൾ പറയാറുണ്ട്, സഹോദരി, ഇനി ഇത് മൂന്നാമതൊരാൾ അറിയരുത്. നമ്മൾ പ്രാർത്ഥിക്കും, ആമേൻ, കർത്താവ് മറുപടി തരും. നീ സൈലൻ്റ് ആയിരിക്കുക, പ്രാർത്ഥന കൂടെയുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ, ആമേൻ, കർത്താവ് പറയും, ചില വിഷയങ്ങൾക്ക് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർ പോലും സത്യത്തിൽ ചിലത് അറിയേണ്ട കാര്യമില്ല. നോക്കൂ, ഹാഗർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, മിസ്രീമ്യ അടിമ സ്ത്രീ, അബ്രഹാമിൻ്റെ ദാസി, സാറയുടെ വേലക്കാരി,
അവൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 16 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 16 വാക്യം. അവൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ, സ്തോത്രം. അപ്പോൾ ആ പിക്ചർ ഒന്ന് നിങ്ങൾ ചിന്തിച്ചേ. കുഞ്ഞ് മരിക്കുവാൻ പോകുന്നു, ദാഹിച്ചു മരിക്കുവാൻ പോകുന്നു, തീ കത്തുന്ന വെയിലാണ്. അപ്പോൾ എങ്ങനെ ഒരമ്മ പ്രാർത്ഥിക്കണം? നമ്മുടെ ഉള്ളിലുള്ള പിക്ചർ എന്താ? ആ കുഞ്ഞിനെ ഞാൻ എടുത്ത് മാറോട് ചേർത്ത്, യേശുവേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. ആമേൻ. അങ്ങനെയല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ? ആമേൻ. ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അവരെ വലിച്ചിരുത്തി. ഇനി അവർ വന്ന് ഇരുന്നില്ലെങ്കിലാ മുടിഞ്ഞവൻ കാലമാടം നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അപ്പം നീ ഇരിക്കുന്നില്ല. അയ്യോ, ചാവാൻ കിടക്കുന്നവനെയൊന്നും വലിച്ചിട്ട് പിടിക്കരുതേ. അയ്യോ. ആമേൻ, സ്തോത്രം. നോക്കൂ, രഹസ്യത്തിലാണ് പ്രാർത്ഥന. അവനെ അവിടെ കിടത്തിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക. അവൻ്റെ അവസാനം വരെ നെഞ്ചത്തിരിക്കട്ടെ, മാറോട് പറ്റിയിരിക്കട്ടെ. നോ, അവനവിടെ കിടക്കട്ടെ. അങ്ങോട്ട് മാറിയിരുന്ന് തന്നെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോടൊരു പ്രാർത്ഥന. താങ്കിലോട് യേശുവിൻ നാമത്തിൽ. ആമേൻ. അവരറിയേണ്ടതേ, ഞാൻ നിനക്ക് വേണ്ടിയാണോ ഉപവസിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എന്നാൽ ഇനിയിപ്പം നിങ്ങൾ ഉപവസിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, പള്ളിയും പോകണമെന്ന് കാണണം. വിഷയം അതാണേ. അതല്ലേ സഹോദരി? എന്തിനാന്നേ പറയാൻ പോകുന്നേ? നിനക്കറിയാം വിഷയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രഹസ്യമായി പ്രാർത്ഥിക്കണം. നിൻ്റെ മക്കൾക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കണം. നിൻ്റെ ഭർത്താവിന് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കണം. ആ വിഷയങ്ങൾ പുറത്ത് പറയരുത്. അവൻ നീ പ്രാർത്ഥിച്ച് പുറത്തു വരും, പക്ഷേ നിന്നിൽ നിന്ന് ഈ വിഷയങ്ങൾ കേൾക്കുന്നവർ പുറത്തു പോകത്തില്ല. അവർ കൂടെ കാണും, ഫോളോ ചെയ്യും. യെസ്, അങ്ങനെ പണി കിട്ടിയ ചിലരെന്നെ കേൾക്കുന്നുണ്ട്. ആത്മീയ ജീവിതം പോലും നഷ്ടപ്പെട്ട് പള്ളിയിൽ പോലും പോകാതെ ഇരിക്കുന്ന സ്വാഗതം പ്രച്ചർ ഫാമിലിയിലേക്ക്. ആമേൻ, സ്തോത്രം. രഹസ്യമായിരിക്കേണ്ടത് രഹസ്യമായി തന്നെ ഇരിക്കണം. ആമേൻ. അവിടെ വേറെ ആരുമില്ലല്ലോ, മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. നോ. പ്രാർത്ഥന ദൈവം കേൾക്കാനാണ്. ആമേൻ, സ്തോത്രം. നിന്റെ ഭർത്താവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ഭർത്താവല്ല കേൾക്കാനുള്ളത്, ദൈവമാണ് കേൾക്കാനുള്ളത്. മക്കൾക്ക് വേണ്ടിയുള്ള ദൈവമാണ് കേൾക്കാനുള്ളത്. അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അയൽവക്കക്കാരല്ല. ഒരു ഉപവാസം വെച്ചിട്ടുണ്ട്. എന്താണ് വിഷയം? മക്കളെ ഡോക്ടറാക്കണം. ആ ഉപവാസം വെച്ച അന്ന് ഇരുന്ന ഇരിപ്പാ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ ചിലത് അറിയണം കേട്ടോ. ചുമ്മാ ചാടിയതും തുള്ളിയതും കൊണ്ടൊന്നും കാര്യമില്ല. അറിയേണ്ടത് അറിയാത്തതാണ് പണി കിട്ടുന്നതിനുള്ള കാരണം. അപ്പോൾ അറിയേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഡോക്ടറൊക്കെ ആക്കിക്കോ, രഹസ്യത്തിൽ പ്രാർത്ഥിച്ച്. അവർ ഡോക്ടറാകുമ്പോൾ അറിയേണ്ടവരെയൊക്കെ അവർ ചികിത്സിച്ചോളും. അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. അങ്ങനെ മതി. വീടിൻ്റെ മുമ്പിൽ ബോർഡ് വരുമ്പോൾ യെസ്, ഒരു നിമിഷം കണ്ണടച്ചൊന്ന് കാണും. ഡോക്ടർ, യെസ്, യേശുവിൻ നാമത്തിൽ. ഡോക്ടർ, എഞ്ചിനീയർ, ഷമന റാധൂരിയ ഷെക്കനെ. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മക്കളുടെ ഇൻഷ്യലിനേക്കാൾ, യെസ് എന്ന് വെച്ചാൽ നിന്റെ പേരിനേക്കാൾ, നിന്റെ മക്കളുടെ കൂടെയുള്ള നിന്റെ പേരിനേക്കാൾ മൂല്യമുള്ള ഡിഗ്രി എൻ്റെ കർത്താവ് നിന്റെ തലമുറയ്ക്ക് നൽകുവാൻ പോകുക. പ്രാർത്ഥന രഹസ്യത്തിൽ മതി. അതിന് വേണ്ടത് കർത്താവ് കരങ്ങളിൽ തരും. ഉഷാബാല റാധൂരിയ ഷെഖനെ. കർത്താവ് ഒരു ഐശ്വര്യ എന്ന പേരാ കാണിച്ചു. ഡോക്ടർ ഐശ്വര്യ, ഉഷാബാല റാധൂരിയ. അതൊരു ഒഫീഷ്യൽ നെയിം ആയിരിക്കാം. ആ ബോർഡ് വീട്ടിൻ്റെ മുമ്പിൽ ഫിക്സ് ആകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആമേൻ. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. കർത്താവ് പരസ്യത്തിൽ മറുപടി നൽകും. കർത്താവ് വലിയൊരു സംഭവമാണ്. ആമേൻ, സ്തോത്രം. റെഡിയാണോ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ? പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് പ്രാർത്ഥന മുറിക്കകത്തോട്ട് കയറുവാൻ റെഡിയാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരറിഞ്ഞാലേ. ആമേൻ. ഞങ്ങളുടെ സഭയിലും കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉറക്കം പോലുമില്ല പ്രാർത്ഥിക്കുന്നതിന്. ചിലരുടെയൊക്കെ താല്പര്യം നമ്മളെപ്പോഴും അവരുടെ വീട്ടുകടയിൽ പോയിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ബോധ്യം വരത്തുള്ളൂ. അവർക്ക് ബോധ്യം വരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അയ്യോ, അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സാധനം. എത്ര ദിവസം ഉപവസിച്ചപ്പോന്നറിയാമോ കെട്ടും പൊട്ടിച്ചു പോയത്. ചിലതൊന്നും പോകത്തില്ല, ഉപവസിച്ചാൽ പോയിക്കോളൂ. ആമേൻ. ദൈവദാസ നിന്നോടാണ്. ചിലതൊക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എസ്തേർ മറച്ചു വെക്കേണ്ടതിനെ മറച്ചു വെച്ചു. ഫലമോ ദൈവം യഹൂദാ ജനത്തിൻ്റെ രക്ഷയ്ക്കും മഹാസന്തോഷത്തിനും കാരണമാക്കി എസ്തേറിനെ മാറ്റി. എസ്തേർ ആകുവാൻ റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ?
പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് എസ്തേറിന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ശക്തി കിട്ടിയത്, അല്ലെങ്കിൽ ആ പ്രാർത്ഥന വിടുതലിലേക്ക് മാറിയത് എങ്ങനെയാണ്? ഉപവാസത്തിലൂടെ. അതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയായി മാറുവാൻ, നിങ്ങളുടെ ദേശത്തിൻ്റെ രക്ഷയായി മാറുവാൻ, നിങ്ങളുടെ തലമുറകളുടെ രക്ഷയായി മാറുവാൻ, നിങ്ങളുടെ സഭയുടെ രക്ഷയായി മാറുവാൻ ഒരു ഉപവാസം പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കുക. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് അനുഗ്രഹീതമായ വചന സന്ദേശത്തിനൊപ്പം ഒരു ദിവസം ആരംഭിക്കുവാൻ കഴിയും. ലൈവായിട്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാനുണ്ടാകും. വൈകുന്നേരങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. സിസ്റ്റർ വിജിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ലൈവായി എല്ലാ വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കഴിയും. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ടും വരാം. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സമാരാധനയുണ്ട്, ലൈവും ഉണ്ട്. വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. 3 മണി മുതൽ കടന്നു വരിക. ഇട ദിവസങ്ങളിൽ മീറ്റിങ്ങുകളുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് നിരന്തരമായി ദൈവവചനവുമായുള്ള സമ്പർക്കത്തിലായിരുന്നു പ്രാപിക്കേണ്ടത് ഏറ്റവും നല്ലത് പ്രാപിച്ചെടുക്കുക. ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഷർ ഫാമിലിയുടേതായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ, ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് സംസാരിച്ചതുപോലെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് സ്വർഗമെന്ന് പരസ്യമായി മറുപടി നൽകണമേ. പ്രിയ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം അങ്ങ് മറുപടി നൽകണമേ അപ്പാ. പുറത്താരോടും പറയാതെ ഉള്ളം കൊണ്ട് കരഞ്ഞുകൊണ്ടായിരിക്കുന്നു സഹോദരി കർത്താവിന്ന് മറുപടി തരുവാൻ പോവുക. സഹോദര പ്രാർത്ഥിക്ക്, കർത്താവ് മറുപടി തരുവാൻ പോവുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി സ്വർഗം അങ്ങ് മാനിച്ചാട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, ജോലിക്ക് പോകുവാൻ കഴിയാതെ, ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കടന്നു വരുന്ന അസുഖങ്ങൾ യേശുവിൻ നാമത്തിൽ ആ പിശാചിന്റെ ബാധിപ്പ് മാറിപ്പോകട്ടെ. ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ്, അമേൻ, കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. തൊഴിൽ സാഹചര്യത്തിലെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായി മാറട്ടെ. ഭയപ്പാട് മാറട്ടെ. ജോലി ചെയ്യാനുള്ള ഭയപ്പാടുകൾ മാറിപ്പോകട്ടെ. യെസ്, ചില വാക്കുകൾ ഭയപ്പെടുത്തുന്ന അവസ്ഥ അത് മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്നേഹവും സമാധാനവും ഐക്യതയും ഉണ്ടാകട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിന് ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും അഴിഞ്ഞു മാറട്ടെ. താങ്ക് യു ലോർഡ്. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ചോട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. തെരുവുകൾ വിടുവിക്കപ്പെടട്ടെ. സഭ വിടുവിക്കപ്പെടട്ടെ. വിശ്വാസ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ദേശം പ്രാർത്ഥിക്കുന്ന ദേശമായി മാറുവാൻ, നിങ്ങളുടെ മക്കൾ, കുടുംബം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുവാൻ പ്രാർത്ഥിച്ചാട്ടെ. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ആമേൻ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. വലുതും ചെറുതുമായ രോഗങ്ങൾ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ട ചില രോഗത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. നിന്നയായി തീർന്ന രോഗങ്ങൾ മാറട്ടെ. രഹസ്യത്തിൽ വച്ചിരിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ, ഷമന റാധൂരിയ, ഭയന്ന് പുറത്തു പറയാത്ത ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ വഴിയട്ടെ. ഷമന റാധൂരിയ ഷേഖനെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഒരു ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിദേശ ജോലിക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ, വിദേശത്ത് സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. നിയമങ്ങൾ മാറ്റപ്പെടട്ടെ. ജോലി നഷ്ടപ്പെട്ടുവെന്ന് ഭയന്നായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. വിസ വരട്ടെ. സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. IELTS, OET, MOH എക്സാമുകൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. നന്മകൾ കവരപ്പെട്ടവർ നന്മകൾ തിരികെ വരട്ടെ. കോടതി നടപടികൾക്ക് തീർപ്പുണ്ടാകട്ടെ. ലഭിക്കേണ്ട നന്മകളും ആനുകൂല്യങ്ങളും ലഭിക്കട്ടെ. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ, അവൻ ആ ഭവനമെന്ന രഹസ്യത്തിലെ പ്രാർത്ഥനയ്ക്ക് സ്വർഗമങ്ങ് മറുപടി നൽകണമേ. എല്ലാ ഞെരുക്കങ്ങൾ മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിച്ചാട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കട്ടെ. പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോട് സ്വർഗം കൂടിയിരിക്കണമേ. ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. നല്ല റിസൾട്ടുകളെ നൽകിയാട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ
വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.